സ്പ്രേ ചെയ്യുക. ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. എപ്പോൾ ഈ തളിരില വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടത്. ആ ഒരു ടൈമിലാണ് ചെടിയിൽ കീടശല്യം കൂടുതൽ വരിക, അതേപോലെ കൊമിൾ രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് വരും. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് പേർക്ക് നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് ഡൗട്ടുകളുണ്ടാവും. മഴക്കാലത്ത് അയച്ചാൽ ഇലകളിൽ മഞ്ഞളിപ്പ് വരുന്നു, അതേപോലെ തന്നെ മൂടി ചീഞ്ഞു പോകുന്നത്, വളങ്ങൾ കൊടുത്തിട്ട് അതിന് ഗുണം കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് മഴ കുത്തിയൊലിച്ച് പെയ്യുന്ന ടൈമിൽ നമ്മളെ മണ്ണിലെ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടും, നമ്മളെ മണ്ണ് അസിഡിക് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ അസിഡിക് ആവാതിരിക്കാൻ ന്യൂട്രലിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ കുമ്മായം ഡോളോമേറ്റൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. ഇപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ വളമിട്ട് കൊടുക്കുമ്പോഴൊക്കെ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ മണ്ണ് അസിഡിക് ആയതുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കുമ്മായ ഡോളോമേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്, കറക്റ്റായിട്ട് അതിൻ്റെ ഗുണം കിട്ടില്ല. അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ ന്യൂട്രൽ ആക്കാൻ വേണ്ടി നമുക്ക് ഈ പച്ചക്കക്കപ്പൊടി ഉണ്ടല്ലോ, ക്രഷ് രൂപത്തിലായിട്ടുള്ള, അപ്പോൾ അത് നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുക വെച്ചാൽ അത് പെട്ടെന്ന് ഒലിച്ചു പോലെ കുറച്ച് കാലം അത് മണ്ണിൽ നിലനിൽക്കും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ മണ്ണ് ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഇലകളിൽ വരുന്ന ഈ മഞ്ഞളിപ്പൊക്കെ ഉണ്ടല്ലോ, അയച്ച പോഷകം കിട്ടാതെ മണ്ണ് അസിഡിക് ആയിരിക്കുമ്പോൾ ഇലകളിലൊക്കെ മഞ്ഞളിപ്പ് വരും, അതൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി രണ്ടാമത്തെ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത്, ഇപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് വളങ്ങൾ എല്ലാവരും ഇപ്പോൾ ഗ്രോ ബാഗിലൊക്കെ നട്ട ചെടികൾക്കാട്ടോ ഞാൻ പ്രത്യേകം പറയണേ, എല്ലാവരും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് മഴ കുത്തിയൊലിച്ച് പെയ്യുമ്പോൾ ഈ വളങ്ങൾ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനാണ് ചാൻസ്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ, ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ വളങ്ങൾ ഇപ്പോൾ മാസത്തിൽ ഒരിക്കലാണ് ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നമ്മളതൊരു 10 ദിവസം 15 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിലോ ആയിട്ട് ഇട്ട് കൊടുക്കുക. അളവ് കുറയ്ക്കുക, അമിതമായിട്ട് ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന രൂപത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത്. അല്പമായിട്ട് ആഴ്ചയിലോ അല്ലോ 10 ദിവസം കൂടുമ്പോൾ ഇത്തിരിച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മളിപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചാണകപ്പൊടിയൊക്കെ നമ്മളെ ട്രൈക്കോഡർമയിൽ കൾച്ചർ ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മൂടി ചീച്ചിലൊക്കെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. അതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ പെട്ടെന്ന് ചെടിക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിക്ക് ഗുണം ചെയ്യുന്ന ഒരു നല്ല ഫംഗസ് ആണ് കേട്ടോ. ഇത് ഈ മഴക്കാലത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് മണ്ണിൽ കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ചാണകത്തിൽ നമ്മൾ കൾച്ചർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്, സമ്പുഷ്ടീകരിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മണ്ണിൽ ഇട്ട് കൊടുക്കുമ്പോൾ രാസവളങ്ങളൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഗുണം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ വിത്തുകളൊക്കെ എല്ലാവരും മുളപ്പിക്കൽ ഇതൊക്കെ ഈ മഴക്കാലത്തിന് മുന്നോടിയായിട്ട്. അപ്പോൾ വിത്തുകൾ മുളപ്പിക്കുമ്പോഴൊക്കെ മഴക്കാലത്ത് കൂടുതൽ ടൈം വെള്ളത്തിൽ വിത്ത് കുതിരാൻ വേണ്ടി ഇടാതിരിക്കുക. അതേപോലെ സൂഡോമോണസ് വെച്ചാൽ ചീച്ചിൽ തടയാൻ വേണ്ടിയിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി വളർച്ചയ്ക്കും വേണ്ടിയിട്ടൊക്കെ നമ്മൾ സൂഡോമോണസ് ലൈനിലും വിത്ത് മുളപ്പിക്കാറുണ്ട്, വിത്ത് കുതിർത്തിടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇടുമ്പോഴും കൂടുതൽ ടൈം ഇടാതിരിക്കും, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രം കുതിർത്തിട്ട്, അത് അമിതമായിട്ട് കുതിർത്തിടണ്ട. പിന്നെ സൂഡോമോണസ് മഴക്കാലത്ത് കൊടുത്താൽ നല്ലതല്ല, തീർച്ചയായിട്ടും നല്ലതാണ്. ഈ മൂടി ചീച്ചിലൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സൂഡോമോണസ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മണ്ണിൽ കൊടുക്കാം. അതൊന്നെങ്കിൽ കലക്കി, മഴക്കാലത്ത് വെച്ചാൽ കലക്കി വെച്ച് കൊടുക്കണ്ട, പൗഡറായിട്ട് ഇട്ട് മണ്ണ് ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലൊക്കെ ആ മണ്ണ് തന്നെ ഇട്ട് കൊടുത്താൽ മതി. കാരണം കലക്കി വെച്ച് കൊടുക്കുമ്പോൾ അത് അപ്പം തന്നെ അടിയിൽ കൂടി ഒലിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സൂഡോമോണസും നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മണ്ണിൽ കൊടുക്കുന്നത് നല്ലതാണ് ഈ മഴക്കാലത്ത് കേട്ടോ. അപ്പോൾ വളങ്ങൾ കൊടുക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ, വളങ്ങൾ ഇത്തിരിച്ചായിട്ട് കൊടുക്കുക, എല്ലാം കൂടി ഒരേ സമയത്ത് കൊടുക്കുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കാതിരിക്കുക. പിന്നെ ഈ മഴക്കാലത്താണ് കൂടുതലായിട്ട് ചെടികളിൽ ഈ കീടശല്യം, അതേപോലെ ഫംഗൽ ഇൻഫെക്ഷനും, അതേപോലെ തന്നെ ഈ ഒച്ചിൻ്റെ ശല്യമൊക്കെ കൂടുതലായിട്ട് ഈ മഴക്കാലത്ത് ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ കീടശല്യമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഇതുണ്ട്. ആക്ച്വലി നമ്മളെ വേപ്പിൻ്റെ ഇലയൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുക, വെച്ചാൽ ഗ്രോ ബാഗിൽ നമ്മൾ ഇട്ട് കൊടുക്കുക, വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ വേപ്പെണ്ണ മിശ്രിതം നമ്മൾ ഈ മഴ ഇല്ലാത്ത ടൈം നോക്കിയിട്ട് 4-5 ദിവസം കൂടുമ്പോഴൊക്കെ ഇലകളുടെ അടിഭാഗത്ത് സ്പ്രേ ചെയ്യുക. ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. എപ്പോൾ ഈ തളിരില വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടത്. ആ ഒരു ടൈമിലാണ് ചെടിയിൽ കീടശല്യം കൂടുതൽ വരിക, അതേപോലെ കൊമിൾ രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് വരിക. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ മെയിനായിട്ട് 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും, അതില്ലാത്ത ടൈമിൽ ഇലകളുടെ അടിഭാഗത്തും മേൽഭാഗത്തൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്കിത് ഒരുപാട് നമുക്ക് അതിൻ്റെ ശല്യം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതേപോലെ തന്നെ സൂഡോമോണസ് നമ്മൾ കൊടുക്കട്ടെ, ഈ കുമിൾ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൂഡോമോണസും ഇതേ രൂപത്തിൽ നമ്മൾ കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ശല്യം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ ഒച്ച ശല്യം, ചിരട്ട ശല്യമൊക്കെ കൂടുതൽ വരെ ഈ മഴക്കാലത്താണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ എങ്ങനെ പറ്റില്ല. പലരും ഉപ്പിട്ട് കൊടുക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും ദോഷമാണ്. അപ്പോൾ ഇതിനെന്താ
വെച്ചാൽ നമ്മൾ ചെടി ഇത് വൈകുന്നേര ടൈമിലാണ് കൂടുതലായിട്ട് നമ്മളെ ചെടീൻ്റെ അടിഭാഗത്തൊക്കെ ഈ ഒച്ചുണ്ടാവും. ഈ തളിരില വരുന്നൊക്കെ പണിയാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ചാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലേശം ചാരൊക്കെ വിതറി കൊടുത്താൽ കുറച്ചൊക്കെ നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നമ്മൾ വീട്ടിൽ മത്തനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മത്തൻ മുറിച്ച് അതിൻ്റെ ഒരു കഷ്ണം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ആ ചോറ് ഒഴിവാക്കാതെ അച്ചേലേക്ക് വൈകുന്നേരങ്ങളിൽ വെച്ച് കൊടുത്താൽ അതിൻ്റെ മേലെ പറ്റി പിടിച്ച് കൊടുക്കും. എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ ഒന്നെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ടോ അങ്ങനെ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ കെമിക്കലൊന്നും നമ്മൾ ഗ്രോ ബാഗിലോ പോട്ടിലോ പോയിട്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ചേരട്ട ശല്യമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ്, നമ്മൾ ചാര ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കുമ്മായിട്ട് കൊടുക്കുമ്പോൾ ലേശമൊക്കെ ആശ്വാസം കിട്ടും. പിന്നെ ഈ മത്തം വെച്ച് കൊടുത്താൽ ഇതൊക്കെ ഇതിലേക്ക് വന്നു വരും. അതിലേക്ക് വന്നിക്കുമ്പോൾ ആ മത്തം മാത്രം നമ്മൾ എടുത്ത് മാറ്റിയതല്ലേ. പിന്നെ അറപ്പും അതേപോലെ പേടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ കാണുമ്പോൾ കൈ കൊണ്ട് എടുത്തിട്ട് മാറ്റുകയാണ് ചെയ്യുക. അങ്ങനെ മാറ്റാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ ഗ്രോ ബാഗിൽ നടുമ്പോൾ വെള്ളം കൊടുക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നല്ല കുത്തിയൊലിച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാരണവശാലും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇടപെട്ട മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് രാവിലെ കുറച്ച് മഴ പെയ്ത് പിന്നെ ഇന്ന് തീരെ പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ലേശം ഒന്ന് നനച്ചു കൊടുക്കേണ്ടി വരും. കാരണം മണ്ണ് നമ്മളൊന്ന് തൊട്ട് നോക്കാം. മണ്ണിൽ ഈർപ്പില്ലെങ്കിൽ നമ്മൾ എന്തായാലും ചെറുങ്ങനെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അല്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കാരണവശാലും നനച്ചു കൊടുക്കണം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ, ഇപ്പോൾ മണ്ണിൽ നട്ടവരൊക്കെ തടം ആക്കി വെച്ചതായിരിക്കും. അപ്പോൾ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ വെള്ളം ആ തടത്തിൽ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാതിരിക്കുക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ നമ്മൾ വേനൽക്കാലത്ത് തടം പോലെ മണ്ണിലാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ആ തടം ഒന്ന് കൂമ്പാറാക്കി കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതൊന്ന് കൂമ്പാറാക്കി കൊടുക്കുക. പക്ഷേ വെള്ളം തടത്തിൽ കെട്ടി നിൽക്കാത്ത രൂപത്തിൽ നമ്മൾ സംരക്ഷിക്കുക. പിന്നെ ചെടികൾ മാറ്റി നടുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അധികം ആൾക്കാർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. കാരണം ചെടി ഉള്ള സ്ഥലത്ത് അങ്ങോട്ട് കൊണ്ടുപോയി നടും. പിന്നെ ആയിരിക്കും മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നൊക്കെ ഫീല് വരിക. അപ്പോൾ ചെടി മാറ്റി നടുമ്പോൾ നമ്മളെ വീടിൻ്റെ പ്രദേശം എങ്ങനെയാണ് വെള്ളം നിൽക്കുക എന്നുള്ള ഏകദേശം ഒരു അറിവ് നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെടി നടുക. കാരണം 500 രൂപ 600 രൂപയ്ക്കൊക്കെ വില കൊടുത്ത് വാങ്ങി കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി നടും. എന്നിട്ട് അത് തീരെ വളർച്ചയില്ല, ചീഞ്ഞു പോയി എന്നുള്ളത് പറയും. അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് വെള്ളം കെട്ടി വെച്ചാൽ മഴക്കാലത്ത് വെള്ളം ഏകദേശം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് മണ്ണിൽ ചെടി നടാതിരിക്കുക. ഫ്രൂട്ട് പ്ലാന്റ് പ്രത്യേകിച്ചും നടാതിരിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ നടാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോ ബാഗോ പോട്ടിലോ അങ്ങനെ നടാം. ഇപ്പോൾ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലും വെള്ളം കെട്ടിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിലോ പോട്ടിലോ നടുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയേക്കാം. അമിതമായിട്ടൊന്നും തലയിൽ കയറ്റാൻ നിൽക്കണ്ട. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്